അധ്യായം 1. നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു. എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം. രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും. അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമന്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ്. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ. എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു. അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി. എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. എൻ്റെ പ്രാണപ്രിയനെ, എന്നോട് പറയുക, നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു? ഉച്ചയ്ക്ക് അവയ്ക്കെവിടെ വിശ്രമം നൽകുന്നു? ഞാൻ എന്തിന് നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം? സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുക. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. എന്റെ പ്രേമധാമമേ, ഫറവോയുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു. നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജടാമഞ്ചി തൂമണം തൂങ്ങി. എൻ്റെ പ്രാണപ്രിയൻ സ്തനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശച്ചിമിഴ് പോലെയാണ്. എൻ്റെ പ്രാണപ്രിയൻ എൻഗേദിയിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുല പോലെയാണ്. എന്റെ പ്രിയേ, നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സരള വൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. അധ്യായം 2. ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്. മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ. അതിൻ്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു. അതിൻ്റെ ഫലം എൻ്റെ നാവിന് മാധുര്യപൂർണമാണ്. വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രേമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പാറി. മുന്തിരിയട തന്ന് എനിക്ക് ശക്തി പകരണമേ. ആപ്പിൾ പഴം തന്ന് എനിക്കുന്മേഷം നൽകണമേ. ഞാൻ പ്രേമപരവശയായിരിക്കുന്നു. അവൻ്റെ ഇടതുകരം എനിക്ക് തലയണയായിരുന്നെങ്കിൽ, അവൻ്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. ജെറൂസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ഗാനം 2. അതാ എൻ്റെ പ്രിയന്റെ സ്വരം. അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപത്തിൻ്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. അത്തിമരം കായ്ച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ്
സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. എൻ്റെ പാടപ്പിറാവെ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക. ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനെ പോലെയോ കലമാൻകുട്ടിയെ പോലെയോ ആയിരിക്കുക. അധ്യായം 3. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും. തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി. എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ? ഞാൻ തിരക്കി, ഞാൻ അവരെ കടന്നുപോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ, ഞാൻ അവനെ പിടിച്ചു. എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിട്ടില്ല. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു. സമയമാകുന്നതിന് മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുതേ. ഗാനം 3. മീറയും കുന്തിരിക്കവും കൊണ്ട്, വ്യാപാരിയുടെ സകല സുഗന്ധചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂമസ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നത് എന്താണ്? സോളമന്റെ പല്ലക്കു തന്നെ. ഇസ്രായേലിന്റെ ശക്തന്മാരിൽ ശക്തന്മാരായ 60 പേർ അതിനകമ്പടി സേവിക്കുന്നു. എല്ലാവരും ഖഡ്ഗധാരികൾ, എല്ലാവരും യുദ്ധനിപുണന്മാർ. രാത്രിയിൽ ആപത്ത് വരാതെ അവർ അരയിൽ വാൾ തൂക്കിയിട്ടിരിക്കുന്നു. സോളമൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് നിർമ്മിച്ചു. അവൻ അതിൻ്റെ തണ്ട് വെള്ളി കൊണ്ടും ചാരുന്നിടം സ്വർണം കൊണ്ടും ഇരിപ്പിടം ജെറുസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു. സിയോൻ പുത്രിമാരെ, തൻ്റെ വിവാഹദിനത്തിൽ, ഹൃദയത്തിൽ ആനന്ദമലതല്ലിയ ദിനത്തിൽ മാതാവ് അണിയിച്ച കിരീടത്തോടുകൂടിയ സോളമൻ രാജാവിനെ വന്നു കാണുക. അധ്യായം 4. എൻ്റെ പ്രിയേ, നീ സുന്ദരിയാണ്, നീ അതീവ സുന്ദരി തന്നെ. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. ഗിലെയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെപ്പോലെയാണ് നിന്റെ കേശഭാരം. രോമം കത്രിച്ച് കുളികഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര. അതൊന്നൊഴിയാതെ നിരയൊത്തിരിക്കുന്നു. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്, നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതികൾ പോലെയാണ്. നിന്റെ കഴുത്ത് ആയുധശാലയായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെയാണ്. വീരന്മാരുടെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിന്റെ കണ്ഠാഭരണം ശോഭിക്കുന്നു. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെ പോലെയാണ്. വെയിലാറി നിഴൽ മായുമ്പോൾ മീറാമലയിലും കുന്തുറുക്ക കുന്നിലും ഞാൻ ഓടിച്ചെല്ലും. എൻ്റെ ഓമനെ, നീ സർവാംഗ സുന്ദരിയാണ്, നീ എത്ര അവികലയാണ്. എൻ്റെ മണവാട്ടി, ലബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരിക. അതെ, ലബനോനിൽ നിന്ന് എൻ്റെ കൂടെ പോരുക. അമാന കൊടുമുടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുക. സെനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടികളിൽ നിന്ന്, സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന്, പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരുക. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട്, നിന്റെ കണ്ഠാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു.
എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, നിന്റെ പ്രേമം എത്ര മാധുര്യമുള്ളത്! നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം! നിന്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ്. എൻ്റെ മണവാട്ടി, നിന്റെ അധരം അമൃതം പൊഴിക്കുന്നു. തേനും പാലും നിന്റെ നാവിൽ ഊറുന്നു. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോനിലെ സുഗന്ധദ്രവ്യം പോലെയാണ്. അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി. എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്. മുദ്രവെച്ച നീരുറവ. മാതളത്തോട്ടം നിന്നിൽ വളരുന്നു. അത് വിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു. മൈലാഞ്ചിയും ജടാമാഞ്ചിയും നിന്നിലുണ്ട്. ജടാമാഞ്ചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർ വാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട്. ഉദ്യാനത്തിലെ ഉറവയാണ് നീ. ജീവജലത്തിൻ്റെ കിണർ, ലബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി. വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശുക. അതിൻ്റെ പരിമളം വിദൂരത്തം പരക്കട്ടെ. എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ. അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ. അധ്യായം 5. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക, തോഴന്മാരെ കുടിക്കുക, കാമുകന്മാരെ കുടിച്ചു മതിക്കുക. ഗാനം 4. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. എൻ്റെ സോദരി, എൻ്റെ പ്രിയ, എൻ്റെ മാടപ്പിറാവി, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരിക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാനത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി. ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്നും മീറയും എൻ്റെ വിരലുകളിൽ നിന്നും മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റു വീണു. എൻ്റെ പ്രിയനായി ഞാൻ കതകു തുറന്നു. പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്ത് മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്തു മേന്മ? എൻ്റെ പ്രിയൻ അരുണനെപ്പോലെ തേജസ്സുറ്റവൻ, 10,000 അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനിത്തങ്കമാണ്. കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ്. പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെ പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്. അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ. അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതിയാണ്. അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. അധ്യായം
6. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങു പോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞുപോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. എന്റെ പ്രാണപ്രിയൻ തന്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തന്റെ ആട്ടിൻപറ്റത്ത് മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. ഗാനം 5. എൻ്റെ പ്രിയേ, നീ തീർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരി. കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗലയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴു പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്രാവ്, എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ്സു പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെപ്പോലെ കാന്തിമതിയും സൂര്യനെപ്പോലെ തേജസ്വിനിയും കൊടിക്കൂറുകൾ എന്തുന്ന സൈന്യത്തെപ്പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ. മുന്തിരിവള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ, മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലിരുത്തി. ശൂലാം കന്യകേ, മടങ്ങി വരൂ, മടങ്ങി വരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറച്ചു നോക്കുന്നു? അധ്യായം 7. രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞൊഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണ് നിന്റെ സ്ഥലങ്ങൾ. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബത്രബിം കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ്. നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോന്നതാണ്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്, എത്ര ഹൃദയഹാരിണിയാണ്. ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ. നിന്റെ സ്തനങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിൻ്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റേതുപോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെ ആയിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. ദുദായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. അധ്യായം 8. നീ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ, പുറത്തു വെച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. ആരും എന്നെ നിന്ദിക്കുകയില്ല.
ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതള നാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയണയായിരുന്നെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ, ഇളക്കി വിടരുതേ. ഗാനം 6. ആത്മനാഥനെ ചാടി വിജന പ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ്? ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിന്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയേ ഉള്ളൂ. നമുക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട്. അവളുടെ സ്തനങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളിഗോപുരം പണിയാമായിരുന്നു. അവൾ ഒരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട് കഥകുണ്ടാക്കാമായിരുന്നു. ഞാനൊരു മതിലാണ്, സ്തനങ്ങളാണ് ഗോപുരങ്ങൾ. അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണ്. സോളമൻ, നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഞാനും അത് കേൾക്കട്ടെ. എൻ്റെ പ്രിയനെ, വേഗം വരിക. സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരിക.